സന്തോഷമാർഗ്ഗത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് പ്രവേശിപ്പാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നു ഓർത്ത് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. ഈ മനുഷ്യനെ ദീർഘായുസ്സ് ഉണ്ടാകാൻ വേണ്ടി ജീവൻ നിലനിർത്താൻ വേണ്ടിയൊക്കെ ഒരുപാട് ഉത്സാഹിക്കുന്നുണ്ട്. ചിലപ്പോൾ അവൻ ഒരു ആയുസ് സമ്പാദിച്ച് മുഴുവനും ജീവൻ നിലനിർത്താൻ വേണ്ടി വിട്ടുകൊടുക്കുവാൻ മനസ്സുള്ളവനായിരിക്കും മനുഷ്യൻ. ഇപ്പോൾ സമ്പാദ്യകാലൊക്കെ തൻ്റെ ജീവിതത്തെ താൻ വലുതായി കാണുന്നു എന്നുള്ളതാണ്. എന്നാൽ ചിലർ ഈ ദീർഘായുസൊക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ ജീവിതം ആളുകൾ വലിയ കുഴപ്പമില്ലാതെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ക്രമീകൃതമായ വ്യായാമ മുറകൾ സ്വീകരിച്ച ആളുകളുണ്ട്. ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. ശരീരത്തിന് ഓരോ ഘടകങ്ങളെയും പോഷിപ്പിക്കുവാനും ബലപ്പെടുവാനും ആവശ്യമായ വിറ്റാമിൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവൻ നിലനിർത്താൻ വേണ്ടി, ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയൊക്കെയാണ്. അപ്പോൾ ഈ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ല രോഗം വരാതിരിക്കുക, സൂക്ഷിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ എൻ്റെ ശരീരം ആരോഗ്യപൂർണ്ണമായിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധയോടെ ശരീരത്തെ സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അങ്ങനെയൊക്കെ ചിട്ടയായ കാര്യങ്ങളെല്ലാം മുന്നോട്ട് ചെയ്യുന്ന ആളുകൾ പോലും ചിലപ്പോൾ അകാല മരണത്തിന് ഇടയാകാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ എപ്പിസോഡിൽ നിങ്ങൾ പറയുന്നത് വെച്ചാൽ ദീർഘായുസ്സ് ഉണ്ടാകാനുള്ള ഒരു വഴി ഇവിടെ പറയുന്നുണ്ട്. ആ വഴി തിരഞ്ഞെടുത്ത് ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഇവിടെ ദീർഘായുസ്സ് ഉണ്ടാകും എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു ഭാഗം അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചു പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം മരിച്ചാൽ പിന്നെയും ജീവിക്കുന്നു പറഞ്ഞത്. ഇവിടെ ദീർഘായുസ്സ് മാത്രമല്ല, അപ്പുറത്തേക്ക് നിത്യജീവൻ വരെ പ്രാപിക്കുവാൻ ഇതൊരു കാരണമായി തീരും. അതുകൊണ്ട് അപ്രകാരം നിത്യജീവനായി ഓടുവാനായിട്ട്, ജീവൻ പ്രാപിപ്പാനായിട്ട്, ഈ നിർദ്ദേശങ്ങളെ പാലിപ്പാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. അതിനെ ദൈവം സഹായിക്കട്ടെ. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.